അബ്സലോമിൻ്റെ തിരിച്ചുവരവ് 14-ാം അധ്യായം. രാജാവിൻ്റെ ഹൃദയം അബ്സലോമിനെ പാർത്തിരിക്കുന്നെന്ന് സെരൂയായുടെ മകൻ യോവാബ് ഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ തെക്കോവായിലേക്ക് ആളയച്ചു സമർത്ഥയായ ഒരു സ്ത്രീയെ വരുത്തി. നീ ഒരു വിലാപക്കാരിയായി നടിക്കുക, വിലാപവസ്ത്രം ധരിച്ച് തൈലം പൂശാതെ മരിച്ചവനെക്കുറിച്ച് വളരെ ദിവസങ്ങളായി ദുഃഖിച്ചിരിക്കുന്ന സ്ത്രീയെപ്പോലെ പെരുമാറുക. എന്നിട്ട് രാജസന്നിധിയിൽ ചെന്ന് ഞാൻ പറയുന്നത് പറയുക എന്ന് യോവാബ് അവളോട് ആവശ്യപ്പെട്ടു. പിന്നെ പറയേണ്ട കാര്യം അവൻ അവൾക്ക് വിവരിച്ചു കൊടുത്തു. തെക്കോവക്കാരി രാജസന്നിധിയിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. അവൾ പറഞ്ഞു, തിരുമേനി സഹായിക്കണമേ, എന്താണ് നിൻ്റെ പ്രശ്നം? രാജാവ് ചോദിച്ചു. അവൾ പറഞ്ഞു, അടിയൻ ഒരു വിധവയത്രേ. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങയുടെ ദാസിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ വയലിൽ വെച്ച് വഴക്കിട്ടു. അവരെ പിടിച്ചു മാറ്റാൻ ആരുമില്ലായിരുന്നു. ഒരുവൻ മറ്റവനെ അടിച്ചു കൊന്നു. ഇപ്പോഴോ എൻ്റെ ചാർച്ചക്കാരെല്ലാവരും ഈ ദാസിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. സഹോദരനെ കൊന്നവനെ വിട്ടുതരിക, മരിച്ചവന് വേണ്ടി ഞങ്ങൾ പ്രതികാരം ചെയ്യട്ടെ, അങ്ങനെ അവൻ്റെ വംശം നശിക്കട്ടെ എന്ന് പറയുന്നു. ശേഷിച്ചിരിക്കുന്ന കനൽ കൂടി അവർ കെടുത്തും. എൻ്റെ ഭർത്താവിൻ്റെ നാമം നിലനിർത്താൻ ഭൂമുഖത്ത് ഒരു അവകാശി പോലും ഇല്ലാതാകും. അപ്പോൾ രാജാവ് പറഞ്ഞു, വീട്ടിലേക്ക് മടങ്ങാം, നിൻ്റെ കാര്യത്തിന് ഞാൻ നിർദ്ദേശം കൊടുത്തുകൊള്ളാം. തെക്കോവക്കാർ പറഞ്ഞു, തിരുമേനി, കുറ്റം എൻ്റെയും എൻ്റെ പിതൃഗൃഹത്തിൻ്റെയും മേലിരിക്കട്ടെ. രാജാവും സിംഹാസനവും കുറ്റസ്പർശനം ഏൽക്കാതിരിക്കട്ടെ. ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, അവൻ നിന്നെ വീണ്ടും ശല്യപ്പെടുത്തുകയില്ല, രാജാവ് കൽപ്പിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, രക്തത്തിന് പ്രതികാരം ചെയ്യാൻ വീണ്ടും കൊല നടത്തി എൻ്റെ മകനെ നശിപ്പിക്കാനിട വരാതിരിക്കാൻ തിരുമേനി അങ്ങയുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമേ. രാജാവ് പറഞ്ഞു, കർത്താവാണേ, നിൻ്റെ മകൻ്റെ തലയിലെ ഒരു മുടി പോലും വീണു പോവുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, തിരുമേനി, അങ്ങയുടെ ദാസി ഒരു വാക്കുകൂടി ബോധിപ്പിച്ചു കൊള്ളട്ടെ, പറയുക. രാജാവ് അനുവദിച്ചു. അവൾ പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട് ദൈവത്തിനെതിരായി അങ്ങ് ഇതേ തെറ്റ് ചെയ്തിരിക്കുന്നു? പ്രവാസത്തിൽ നിന്ന് സ്വപുത്രനെ മടക്കിക്കൊണ്ടുവരാത്തത് എന്തുകൊണ്ട്? അങ്ങയെ തന്നെ കുറ്റം വിധിച്ചിരിക്കുന്നു. നാം എല്ലാവരും മരിക്കും. നിലത്ത് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നാം. ബഹിഷ്കരിച്ചവനെ എന്നും പരിത്യക്തനായി ഉപേക്ഷിക്കാതിരിക്കാനുള്ള മാർഗം തേടുന്നവൻ്റെ ജീവനിൽ ദൈവം കൈവയ്ക്കുകയില്ല. ജനം എന്നെ ഭയപ്പെടുത്തിയതുകൊണ്ടാണ് ഇക്കാര്യം എൻ്റെ യജമാനനായ രാജാവിനോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു, രാജാവിനോട് പറയാം, ഈ ദാസിയുടെ അപേക്ഷ രാജാവ് നിറവേറ്റിത്തരും. എന്നെയും എൻ്റെ പുത്രനെയും കൊന്നു ദൈവത്തിൻ്റെ അവകാശത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അങ്ങ് എൻ്റെ വാക്കുകേട്ട് എന്നെ രക്ഷിക്കും. എൻ്റെ യജമാനനായ രാജാവിൻ്റെ വാക്ക് എനിക്ക് സ്വസ്ഥത തരും. എന്തെന്നാൽ നന്മയും തിന്മയും വേർതിരിച്ചറിയുന്നതിന് എൻ്റെ യജമാനനായ രാജാവ് ദൈവദൂതനെ പോലെയാണ്. അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, നീ സത്യം പറയണം. രാജാവ് അവളോട് പറഞ്ഞു. യജമാനെ അരുളി ചെയ്താലും അവൾ പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഇതിൻ്റെ എല്ലാം പിന്നിൽ യോവാബിൻ്റെ കരങ്ങളാണോ ഉള്ളത്? യജമാനെ, അവിടുത്തെ ചോദ്യത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങയുടെ ദാസൻ യോവാബ് തന്നെയാണ് എന്നെ പ്രേരിപ്പിച്ചത്. അവൻ തന്നെയാണ് ഈ വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. എന്നാൽ കാര്യങ്ങളെല്ലാം നേരെയാക്കാനാണ് യോവാബ് ഇത് ചെയ്തത്. ഭൂമിയിലുള്ള സകലതും അറിയത്തക്ക വിധം ദൈവദൂതനെപ്പോലെ ജ്ഞാനിയാണ് അവിടുന്ന്. അവൾ പറഞ്ഞു. രാജാവ് യോവാബിനോട് പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ചെന്ന് അബ്സലോമിൻ കുമാരനെ കൂട്ടിക്കൊണ്ടുവരിക. യോവാബ് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് പറഞ്ഞു, യജമാനെ, ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. അങ്ങയ്ക്ക് അടിയനിൽ പ്രീതിയുണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അങ്ങ് അടിയൻ്റെ അപേക്ഷ അനുവദിച്ചല്ലോ. യോവാബ് ഗഷൂറിൽ ചെന്ന് അബ്സലോമിനെ ജെറുസലേമിൽ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ സ്വഭവനത്തിൽ താമസിക്കട്ടെ, എനിക്ക് അവനെ കാണണ്ട, രാജാവ് കൽപ്പിച്ചു. അവൻ അങ്ങനെ അബ്സലോം രാജസന്നിധിയിൽ വരാതെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. ഇസ്രായേലിലെങ്ങും അബ്സലോമിനെ പോലെ സൗന്ദര്യവാനായി ആരും ഉണ്ടായിരുന്നില്ല. അടി മുതൽ മുടി വരെ വിട്ടവനായിരുന്നു അവൻ. അവൻ്റെ മുടി വെട്ടുമ്പോൾ വർഷത്തിലൊരിക്കലാണത് വെട്ടുക. മുടി വളർന്ന് ഭാരമാകുന്നത് കൊണ്ടത്രേ വെട്ടുന്നത്. കത്രിച്ച് കളയുന്ന മുടി രാജതൂക്കത്തിന് 200 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. അബ്സലോമിന് 3 പുത്രന്മാരും താമർ എന്ന് പേരുള്ള ഒരു പുത്രിയും ജനിച്ചു. അവൾ അതീവ സുന്ദരിയുമായിരുന്നു. രാജസന്നിധിയിൽ ചെല്ലാതെ 2 സംവത്സരം അബ്സലോം ജെറുസലേമിൽ താമസിച്ചു. രാജാവിൻ്റെ അടുത്തേക്ക് അയക്കേണ്ടതിന് അവൻ യോവാബിനെ വിളിപ്പിച്ചു. എന്നാൽ
എന്നാൽ യോവാബ് അവൻ്റെ അടുക്കൽ ചെന്നില്ല. അവൻ രണ്ടാമതും ആളയച്ചു. യോവാബ് ചെന്നില്ല. അപ്പോൾ അബ്സലോം ദാസന്മാരോട് പറഞ്ഞു, നോക്കൂ, യോവാബിൻ്റെ വയൽ എൻ്റേതിനടുത്താണല്ലോ, അതിൽ യവം വളരുന്നു. നിങ്ങൾ ചെന്ന് അതിന് തീ വയ്ക്കുക. അങ്ങനെ അബ്സലോമിൻ്റെ ഭൃത്യന്മാർ വയലിന് തീ വെച്ചു. യോവാബ് അബ്സലോമിൻ്റെ വീട്ടിൽ ചെന്ന്, നിൻ്റെ ദാസന്മാർ എൻ്റെ വയലിന് തീ വെച്ചതെന്തിനെന്ന് അവനോട് ചോദിച്ചു. ഞാൻ വിളിപ്പിച്ചിട്ട് നീ വരാഞ്ഞതുകൊണ്ട് തന്നെ ഗഷൂറിൽ നിന്ന് ഞാൻ ഇവിടെ വന്നതെന്തിനെ? അവിടെ താമസിക്കുകയായിരുന്നു കൂടുതൽ നല്ലത് എന്ന് നിന്നെ അയച്ച രാജാവിനോട് എനിക്ക് പറയണമായിരുന്നു. അബ്സലോം മറുപടി പറഞ്ഞു. അവൻ തുടർന്നു, ഞാൻ രാജസന്നിധിയിൽ ചെല്ലട്ടെ, എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ. അപ്പോൾ യോവാബ് രാജസന്നിധിയിൽ ചെന്ന് വിവരം പറഞ്ഞു. രാജാവ് അബ്സലോമിനെ വിളിപ്പിച്ചു. അങ്ങനെ അവൻ വന്ന് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു. രാജാവ് അബ്സലോമിനെ ചുംബിച്ചു. അബ്സലോമിൻ്റെ സൈനിക വിപ്ലവം 15-ാം അധ്യായം. അബ്സലോം ഒരു രഥത്തെയും കുതിരകളെയും 50 അകമ്പടിക്കാരെയും സമ്പാദിച്ചു. അവൻ അതിരാവിലെ നഗരവാതിൽക്കൽ വഴിയരികെ നിൽക്കുക പതിവായിരുന്നു. ആരെങ്കിലും രാജസന്നിധിയിൽ വ്യവഹാരം തീർക്കാൻ ആ വഴി വന്നാൽ അബ്സലോം അവനെ വിളിച്ച് ഏത് പട്ടണത്തിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കും. പട്ടണം ഏതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അബ്സലോം അവനോട് പറയും, നിൻ്റെ കാര്യം വളരെ ന്യായമാണ്, പക്ഷേ നിൻ്റെ വ്യവഹാരം കേൾക്കാൻ രാജാവ് ആരെയും നിയോഗിച്ചിട്ടില്ലല്ലോ. ഞാനൊരു ന്യായാധിപനായിരുന്നെങ്കിൽ വഴക്കും വ്യവഹാരവുമുള്ള ആർക്കും എൻ്റെ അടുക്കൽ വരാമായിരുന്നു. ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കുമായിരുന്നു. ആരെങ്കിലും അടുത്തു വന്ന് വണങ്ങാൻ ഒരുമ്പെട്ടാൽ കൈനീട്ടി അവനെ പിടിച്ച് ചുംബിക്കും. രാജാവിൻ്റെ തീർപ്പിനായി വന്ന എല്ലാ ഇസ്രായേല്യരോടും അബ്സലോം ഇപ്രകാരം ചെയ്തു. അങ്ങനെ അവൻ അവരുടെ ഹൃദയം വശീകരിച്ചു. 4 വർഷം കഴിഞ്ഞ് അബ്സലോം രാജാവിനോട് പറഞ്ഞു, കർത്തൃസന്നിധിയിൽ എത്ര എടുത്ത വ്രതമനുഷ്ഠിക്കാൻ ഹെബ്രോണിലേക്ക് പോകാൻ എന്നെ അനുവദിച്ചാലും കർത്താവ് എന്നെ ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ ഹെബ്രോണിൽ അവിടത്തെ ആരാധിക്കുമെന്ന് ആരാമിലെ ഗഷൂരിലായിരിക്കുമ്പോൾ ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. സമാധാനത്തോടെ പോവുക, രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ ഹെബ്രോണിലേക്ക് പോയി. എന്നാൽ അബ്സലോം ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലേക്കും ദൂതന്മാരെ രഹസ്യമായി അയച്ചു പറഞ്ഞു, കാഹളനാദം കേൾക്കുമ്പോൾ അബ്സലോം ഹെബ്രോണിൽ രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുവിൻ. ജെറുസലേമിൽ നിന്നും ക്ഷണിക്കപ്പെട്ട 200 പേർ അബ്സലോമിനോട് കൂടെ പോയിരുന്നു. അബ്സലോമിൻ്റെ ഗൂഢാലോചന അറിയാതെ ശുദ്ധഗതി കൊണ്ടാണ് അവർ പോയത്. ബലിയർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബ്സലോം ദാവീദിൻ്റെ ഉപദേഷ്ടാവായ അഹീതോഫലിനെ അവൻ്റെ പട്ടണമായ ഗിലെയോയിൽ നിന്നാൾ അയച്ചു വരുത്തി. രാജാവിനെതിരായ ഗൂഢാലോചന ശക്തിപ്പെട്ടു. അബ്സലോമിൻ്റെ സംഘം വലുതായി. ഇസ്രായേല്യർ അബ്സലോമിനോട് കൂറ് പ്രഖ്യാപിച്ചിരിക്കുന്നെന്ന് ഒരു ദൂതൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് ജെറുസലേമിൽ തന്നോട് കൂടെയുള്ള അനുചരന്മാരോട് പറഞ്ഞു, നമുക്ക് ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്സലോമിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയില്ല. വേഗമാകട്ടെ, അവൻ നമ്മെ പിന്തുടർന്ന് നശിപ്പിക്കുകയും നഗരത്തിലുള്ള സകലരെയും കൊന്നുകളയുകയും ചെയ്യും. അവർ പറഞ്ഞു, അങ്ങയുടെ ഏതാജ്ഞയും ദാസന്മാർ നിവർത്തിക്കും. അങ്ങനെ രാജാവ് കുടുംബസമേതം പുറപ്പെട്ടു. കൊട്ടാരം സൂക്ഷിക്കാൻ 10 ഉപനാരിമാരെ മാത്രം അവിടെ നിർത്തി. രാജാവും കൂടെയുള്ളവരും ദൂരെ ഒരിടത്ത് ചെന്ന് നിന്നു. അവൻ്റെ ദാസന്മാരെല്ലാം അവൻ്റെ അരികെ കൂടെ കടന്നുപോയി. ക്രേത്യരും പെലിത്യരും ഗത്തിൽ നിന്ന് അവനോട് ചേർന്ന 600 പേരും രാജാവിൻ്റെ മുൻപിലൂടെ കടന്നുപോയി. ഗത്യനായ ഇത്തായിയോട് രാജാവ് പറഞ്ഞു, നീ ഞങ്ങളോടൊപ്പം പോരുന്നത് എന്തിനെ? തിരിച്ചു ചെന്ന് പുതിയ രാജാവിനോട് ചേർന്നുകൊള്ളുക. നീ വിദേശിയും സ്വദേശത്തു നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവനുമാണല്ലോ. ഇന്നലെ മാത്രമെത്തി നീ എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത എന്നോടൊപ്പം അലയുകയോ? സഹോദരന്മാരെയും കൂട്ടി തിരിച്ചു പോവുക. കർത്താവ് നിന്നോട് ദയയും വിശ്വസ്തയും കാണിക്കട്ടെ. ഇത്തായി മറുപടി പറഞ്ഞു, മരണമോ ജീവിതമോ ആകട്ടെ, അങ്ങ് പോകുന്നിടത്തെല്ലാം ഞാനും വരുമെന്ന് കർത്താവിൻ്റെയും അങ്ങയുടെയും നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. നീയും കൂടെ പോരുക. ദാവീദ് ഇത്തായിയോട് പറഞ്ഞു. അങ്ങനെ ഗത്യനായ ഇത്തായി തൻ്റെ സകല ആളുകളോടും കുട്ടികളോടും കൂടെ കടന്നുപോയി. ദാവീദിൻ്റെ അനുചരന്മാർ കടന്നുപോയപ്പോൾ ദേശനിവാസികൾ ഉച്ചത്തിൽ നിലവിളിച്ചു. രാജാവ് കിദ്രോൻ അരുവി കടന്ന് ജനവും അരുവി കടന്നു മരുഭൂമിയിലേക്ക് പോയി. അബിയാദറും സോദോക്കും എല്ലാവരും പുറപ്പെട്ടു. അവർ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്നു. ജനം പട്ടണം വിട്ടു പോകും വരെ അവർ അത് താഴെ വെച്ചു. രാജാവ് സാദോക്കിനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ പേടകം നഗരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. കർത്താവിൻ്റെ പ്രീതിക്ക് ഞാൻ പാത്രമായാൽ അവിടുന്ന് എന്നെ തിരികെ വരുത്തി അവിടുത്തെ പേടകവും കൂടാരവും കാണാൻ എനിക്കിട വരുത്തും. അവിടുന്ന് എന്നിൽ പ്രസാദിക്കുന്നില്ലെങ്കിൽ ഇതാ ഞാൻ അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് പ്രവർത്തിക്കട്ടെ. രാജാവ് പുരോഹിതനായ സാദോക്കിനോട് തുടർന്ന് പറഞ്ഞു, നിൻ്റെ മകൻ
മകൻ അഹിമാസിനോടും അബിയാതറിൻ്റെ മകൻ ജോനാഥനോടുമൊപ്പം നീയും അബിയാതറും സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോവുക. നിങ്ങൾ വിവരമറിയിക്കും വരെ മരുഭൂമിയിലേക്കുള്ള കടവിൽ ഞാൻ കാത്തിരിക്കും. അങ്ങനെ സോദോക്കും അബിയാതറും ദൈവത്തിൻ്റെ പേടകം ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുപോയി അവർ അവിടെ താമസിച്ചു. ദാവീദ് നഗ്നപാതനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. അവനോട് കൂടെയുള്ളവരെല്ലാം തലമൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. അഹീഥോഫേലും അബ്സലോമിൻ്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, അഹീഥോഫേലിൻ്റെ ആലോചന വ്യർത്ഥമാക്കണമേ. മലമുകളിൽ ദൈവത്തെ ആരാധിച്ചിരുന്ന സ്ഥലത്ത് ദാവീദ് എത്തിയപ്പോൾ അർഖ്യനായ ഹൂഷായി അങ്കി കീറിയും തലയിൽ പൂഴി വിതറിയും അവനെ എതിരേറ്റു. ദാവീദ് അവനോട് പറഞ്ഞു, നീ എന്നോടുകൂടെ പോന്നാൽ അതെനിക്ക് ഭാരമായിരിക്കും. എന്നാൽ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന്, രാജാവേ, ഞാൻ അങ്ങയുടെ ദാസനായിരിക്കും. മുൻപ് ഞാൻ അവിടുത്തെ പിതാവിനെ സേവിച്ചതുപോലെ ഇനി ഞാൻ അങ്ങയെ സേവിക്കുമെന്ന് അബ്സലോമിനോട് പറയുമെങ്കിൽ അഹീഥോഫേലിൻ്റെ ആലോചനയെ പരാജയപ്പെടുത്തി എന്നെ സഹായിക്കാൻ നിനക്ക് കഴിയും. പുരോഹിതന്മാരായ സാദോക്കും അബിയാതറും അവിടെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. കൊട്ടാരത്തിൽ കേൾക്കുന്നതെല്ലാം അവരെ അറിയിക്കുക. സാദോക്കിൻ്റെ മകൻ അഹീമാസും അബിയാതറിൻ്റെ മകൻ ജോനാഥനും അവിടെ അവരോടുകൂടെയുണ്ട്. കിട്ടുന്ന വിവരമെല്ലാം അവർ മുഖാന്തരം എന്നെ അറിയിക്കണം. അങ്ങനെ ദാവീദിൻ്റെ സുഹൃത്തായ ഹൂഷായി അബ്സലോം ജെറുസലേമിലേക്ക് പ്രവേശിക്കവേ പട്ടണത്തിലെത്തി. ദാവീദും മലമുകൾ കടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ മെഫീബോഷത്തിൻ്റെ ദാസനായ സീബയെ കണ്ടുമുട്ടി. അവൻ്റെ അടുക്കൽ 2 കഴുതകളുണ്ടായിരുന്നു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്ക മുന്തിരിക്കുലയും 100 കുല വേനൽക്കാല ഫലങ്ങളും 1 തൂൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് സീബയോട് ചോദിച്ചു, ഇവയെല്ലാം നീ എന്ത് ചെയ്യാൻ പോകുന്നു? കഴുതകൾ രാജാവിൻ്റെ വീട്ടുകാർക്ക് കയറാനും അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും വീഞ്ഞ് മരുഭൂമിയിൽ വെച്ച് തളരുമ്പോൾ അവർക്ക് കുടിക്കാനും അത്രേ. സീബ മറുപടി പറഞ്ഞു, നിൻ്റെ യജമാനൻ്റെ പുത്രൻ എവിടെ? രാജാവ് അവനോട് ചോദിച്ചു. സീബ പറഞ്ഞു, അവൻ ജെറുസലേമിൽ പാർക്കുന്നു. തൻ്റെ പിതാവിൻ്റെ സിംഹാസനം ഇസ്രായേൽക്കാർ ഇന്ന് തനിക്ക് തിരികെ തരുമെന്ന് അവൻ കരുതുന്നു. അപ്പോൾ രാജാവ് സീബയോട് കൽപ്പിച്ചു, ഇതാ മെഫീബോഷത്തിനുള്ളതെല്ലാം നിൻ്റേതാകുന്നു. സീബ പറഞ്ഞു, ഈ ദാസൻ്റെ മേൽ അങ്ങയുടെ പ്രീതി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദാവീദും ശിമെയിയും. ദാവീദ് രാജാവ് ബഹൂറീമിലെത്തിയപ്പോൾ സാവൂളിൻ്റെ ബന്ധുവായ ഗേരയുടെ മകൻ ശിമെയിയെ ശാപം ചെരിഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു. അവൻ ദാവീദിൻ്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി. അനുചരന്മാരും അംഗരക്ഷകരും രാജാവിൻ്റെ ഇടത്തും വലത്തും നിന്നു. ശിമെയി ശപിച്ചു പറഞ്ഞു, കൊലപാതകി, നീച്ച, കടന്നു പോകൂ. സാവൂളിൻ്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവൻ്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു. കർത്താവ് നിൻ്റെ മകൻ അബ്സലോമിന് രാജ്യത്വം നൽകിയിരിക്കുന്നു. നിൻ്റെ നാശമെടുത്തു. നീ രക്തം ചൊരിഞ്ഞവനാണ്. അപ്പോൾ സെരൂയായുടെ മകൻ അബിഷായി പറഞ്ഞു, ഈ ചത്ത പട്ടി എൻ്റെ യജമാനനായ രാജാവിനെ ശപിക്കുന്നുവോ? ഞാൻ അവൻ്റെ തല വെട്ടിക്കളയട്ടെ. എന്നാൽ രാജാവ് പറഞ്ഞു, സെരൂയ പുത്രന്മാരെ, നിങ്ങൾക്കെന്ത് കാര്യം? ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയുവാൻ ആർക്ക് കഴിയും? ദാവീദ് അബീഷായോടും തൻ്റെ ദാസന്മാരോടും പറഞ്ഞു, ഇതാ എൻ്റെ മകൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുന്നതിൽ പിന്നെ എന്തത്ഭുതം? അവനെ വെറുതെ വിട്ടേക്കൂ, അവൻ ശപിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചത് കൊണ്ടത്രേ അവൻ ശപിക്കുന്നത്. കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. അങ്ങനെ ദാവീദും കൂടെയുള്ളവരും യാത്ര തുടർന്നു. മലമുകളിൽ ദാവീദിൻ്റെ വഴിക്ക് സമാന്തരമായി ശിമെയിയും നടന്നു. അവൻ ശപിക്കുകയും കല്ലും മണ്ണും വാരി എറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. രാജാവും കൂടെയുള്ളവരും ക്ഷീണിതരായി ജോർദാനിലെത്തി. അവർ അവിടെ വിശ്രമിച്ചു. അബ്സലോമും കൂടെയുള്ള ഇസ്രായേൽക്കാരും ജെറുസലേമിലെത്തി. അഹീഥോഫേലും കൂടെയുണ്ടായിരുന്നു. ദാവീദിൻ്റെ വിശ്വസ്ത സുഹൃത്ത് അർഖ്യനായ ഹൂഷായി അബ്സലോമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാജാവ് നീണാൾ വാട്ടെ. അബ്സലോം അവനോട് ചോദിച്ചു, നിൻ്റെ സുഹൃത്തിനുള്ള വിശ്വസ്തത ഇങ്ങനെയോ? അവനോട് കൂടെ പോകാഞ്ഞതെന്തേ? ഇല്ല, കർത്താവും ഈ ജനവും ഇസ്രായേലിലും തെരഞ്ഞെടുത്തവൻ്റെ ഭാഗത്തത്രേ ഞാൻ അവനോട് കൂടെ നിൽക്കും
എൻ്റെ യജമാനൻ്റെ മകനെയല്ലാതെ ഞാൻ ആരെ സേവിക്കും? നിൻ്റെ പിതാവിനെ സേവിച്ചതുപോലെ ഇനി ഞാൻ നിന്നെ സേവിക്കും. ഹൂഷായി മറുപടി പറഞ്ഞു. അപ്പോൾ അബ്സലോം അഹിഥോഫെലിനോട് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം? നിനക്കെന്ത് തോന്നുന്നു? അവൻ അബ്സലോമിനോട് പറഞ്ഞു, കൊട്ടാരം സൂക്ഷിക്കാൻ നിൻ്റെ പിതാവ് വിട്ടിട്ട് പോയ അവൻ്റെ ഉപനാരികളുമായി ശയിക്കുക. അങ്ങനെ നിൻ്റെ പിതാവിൻ്റെ വെറുപ്പിന് നീ പാത്രമായെന്ന് ഇസ്രായേൽ അറിയും. നിൻ്റെ അനുയായികൾക്ക് ഇത് ധൈര്യം കൊടുക്കും. അവർ അബ്സലോമിന് കൊട്ടാരത്തിന് മുകളിൽ ഒരു കൂടാരമൊരുക്കി. അവിടെ ഇസ്രായേൽക്കാർ കാണുകെ അബ്സലോം തൻ്റെ പിതാവിൻ്റെ ഉപനാരികളെ പ്രാപിച്ചു. അക്കാലത്തെ അഹിഥോഫേൽ നൽകിയ ഏതൊരു ഉപദേശവും ദൈവവെളിപാട് പോലെ സ്വീകരിക്കപ്പെട്ടിരുന്നു. ദാവീദും അബ്സലോമും അവൻ്റെ ഉപദേശം അത്ര വിലമതിച്ചിരുന്നു. ഹൂഷായി അബ്സലോമിനെ ചതിക്കുന്നു. 17-ാം അധ്യായം. അഹിഥോഫേൽ അബ്സലോമിനോട് ചോദിച്ചു, 12,000 പേരെയും കൂട്ടി ഇന്ന് രാത്രി ഞാൻ ദാവീദിനെ പിന്തുടരട്ടെ? അവൻ ക്ഷീണിച്ചു ധൈര്യം കെട്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന് ആക്രമിക്കും. കൂടെയുള്ളവർ ഓടിപ്പോകും. രാജാവിനെ മാത്രം ഞാൻ കൊന്നുകളയും. മണവാട്ടി മണവാളിൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ അവൻ്റെ അനുചരന്മാരെ നിൻ്റെ അടുത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും. ഒരാളെ മാത്രമേ നീ കൊല്ലാൻ നോക്കുന്നുള്ളൂ, മറ്റെല്ലാവരും സുരക്ഷിതരായിരിക്കും. അബ്സലോമിനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർക്കും ഈ ഉപദേശം ഇഷ്ടപ്പെട്ടു. അബ്സലോം പറഞ്ഞു, അർഘ്യനായ ഹൂഷായിയെ വിളിക്കുക, അവൻ എന്ത് പറയുന്നുവെന്ന് കേൾക്കാം. അവൻ എത്തിയപ്പോൾ അബ്സലോം പറഞ്ഞു, അഹിഥോഫെലിൻ്റെ ഉപദേശം ഇതാണ്. ഇതു നാം സ്വീകരിക്കണമോ അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് നീ പറയുക. ഹൂഷായി പറഞ്ഞു, ഇക്കുറി അഹിഥോഫെലിൻ്റെ ഉപദേശം പറ്റിയില്ല. അവൻ തുടർന്നു, നിൻ്റെ പിതാവും അനുയായികളും ധീരന്മാരാണ്. കുട്ടികൾ അപഹരിക്കപ്പെട്ട പെൺകരടിയെപ്പോലെ അവർ ക്ഷോഭിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാം. കൂടാതെ നിൻ്റെ പിതാവ് യുദ്ധനിപുണനാണ്. അവൻ അനുചരന്മാരോടുകൂടെ രാത്രി പാർക്കുകയില്ല. ഇപ്പോൾ തന്നെ വല്ല ഗുഹയിലോ മറ്റെവിടെയെങ്കിലുമോ അവൻ ഒളിച്ചിരിക്കുകയായിരിക്കും. ദാവീദിൻ്റെ ആക്രമണത്തിൽ നിൻ്റെ അനുയായികൾ ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ നിൻ്റെ ആളുകൾ കൂട്ടക്കൊലയ്ക്ക് ഇരയായെന്ന് വാർത്ത പരക്കും. അപ്പോൾ നിൻ്റെ പടയാളികളിൽ സിംഹത്തെപ്പോലെ നിർഭയരായവർക്ക് പോലും ചാഞ്ചല്യമുണ്ടാകും. നിൻ്റെ പിതാവ് വീരനും കൂടെയുള്ളവർ പരാക്രമികളുമാണെന്ന് ഇസ്രായേലിൽ ആർക്കും അറിയാം. എൻ്റെ ഉപദേശം ഇതാണ്. ദാൻ മുതൽ ബർഷേബ വരെ കടൽക്കരയിലെ മണത്തരി പോലെ അസംഖ്യമായ ഇസ്രായേല്യരെ ഒരുമിച്ച് കൂട്ടി നീ തന്നെ അവരെ യുദ്ധത്തിൽ നയിക്കണം. ദാവീദ് എവിടെയായിരുന്നാലും നമുക്ക് അവനെ കണ്ടുപിടിക്കാം. നിലത്തു മഞ്ഞുതുള്ളി വീഴുന്നത് പോലെ നാം അവൻ്റെ മേൽ ചാടി വീഴും. അവനോ കൂടെയുള്ളവരോ ജീവനോടെ ശേഷിക്കുകയില്ല. അവൻ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പിൻവാങ്ങിയാൽ എല്ലാ ഇസ്രായേൽക്കാരും കൂടി ആ പട്ടണത്തെ വടം കൊണ്ട് കെട്ടി താഴ്വരയിലേക്ക് വലിച്ചിടും. ഒരൊറ്റ കൽക്കഷണം പോലും അവിടെ ശേഷിക്കുകയില്ല. അർഘ്യനായ ഹൂഷായിയുടെ ആലോചന അഹിഥോഫെലിൻ്റേതിനേക്കാൾ മെച്ചം തന്നെ. അബ്സലോമും എല്ലാ ഇസ്രായേലിലും പറഞ്ഞു. അബ്സലോമിനെ അനർത്ഥം വരേണ്ടതിന് അഹിഥോഫെലിൻ്റെ നല്ല ആലോചന സ്വീകരിക്കപ്പെടാതിരിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. പിന്നെ അഹിഥോഫേൽ അബ്സലോമിനും ഇസ്രായേൽ നേതാക്കന്മാർക്കും നൽകിയ ഉപദേശത്തെക്കുറിച്ചും താൻ നൽകിയ ഉപദേശത്തെക്കുറിച്ചും ഹൂഷായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബിയാതറിനോടും പറഞ്ഞു. രാജാവും ആളുകളും കൊല്ലപ്പെടാതിരിക്കാൻ മരുഭൂമിയിലെ കടവിൽ രാത്രി കഴിച്ചുകൂട്ടാതെ പെട്ടെന്ന് നദി കടന്നു പോകാൻ ദാവീദിനെ ഉടൻ തന്നെ അറിയിക്കുക ഹൂഷായി ആവശ്യപ്പെട്ടു. പട്ടണത്തിൽ വെച്ച് തങ്ങളെ ആരും കാണാതെ ജോനാഥനും അഹീമാസും എൻറോഗലിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വേലക്കാരി ചെന്ന് സംഭവിക്കുന്നതെല്ലാം അവരെ അറിയിക്കും. അവർ ചെന്ന് ദാവീദ് രാജാവിനോട് പറയും. എന്നാൽ ഇപ്രാവശ്യം ഒരു ബാലൻ അവരെ കണ്ടു. അവൻ അബ്സലോമിനോട് പറഞ്ഞു. ഇതുകൊണ്ട് അവരിരുവരും വേഗം പോയി ബഹൂറീമിൽ ഒരു വീട്ടിൽ ചെന്നു. അവിടെ മുറ്റത്തെ ഒരു കിണറുണ്ടായിരുന്നു. അവർ അതിൽ ഒളിച്ചിരുന്നു. വീട്ടുകാരി കിണറിന് മുകളിൽ മൂടുവിരിയിട്ട് അതിൽ ധാന്യം നിരത്തി. അങ്ങനെ സംഗതി ആരും അറിയാനിടയായില്ല. അബ്സലോമിൻ്റെ ഭൃത്യന്മാർ ആ വീട്ടിൽ വന്ന് സ്ത്രീയോട് ചോദിച്ചു, അഹീമാസും ജോനാഥനും എവിടെ? അവർ പറഞ്ഞു, അവർ നദി കടന്നുപോയി. അവർ അവരെ അന്വേഷിച്ചിട്ട് കാണായികയാൽ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ പോയപ്പോൾ ജോനാഥനും അഹീമാസും കിണറ്റിൽ നിന്ന് കയറിച്ചെന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു,
എഴുന്നേറ്റ് അതിവേഗം അക്കരെ കടക്കുക. അഹിതോഫൽ നിനക്കെതിരായി ആലോചന നടത്തിയിരിക്കുന്നു. അപ്പോൾ ദാവീദും കൂടെയുള്ളവരും ജോർദാൻ കടന്ന് നേരം വെളുക്കാറായപ്പോഴേക്കും എല്ലാവരും ജോർദാൻ കടന്നു. തൻ്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹിതോഫൽ കഴുതയ്ക്ക് ജീനിയിട്ടു തൻ്റെ പട്ടണത്തിലേക്ക് പോയി വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചു. അവനെ കുടുംബക്കല്ലറയിൽ അടക്കി. ദാവീദ് മഹാനയിമിലെത്തി. അബ്സലോം എല്ലാ ഇസ്രായേല്യരോടുമൊപ്പം ജോർദാൻ കടന്നു. യോവാബിനു പകരം അമാസയെ അബ്സലോം സേനാപതിയാക്കിയിരുന്നു. അമാസ ഇസ്മായേല്യനായ ഇത്രായുടെ മകനായിരുന്നു. നഹാഷിൻ്റെ മകളും യോവാബിൻ്റെ അമ്മ സെരൂയായുടെ സഹോദരിയുമായ അബീഗയിൽ ആയിരുന്നു അവൻ്റെ ഭാര്യ. ഇസ്രായേല്യരും അബ്സലോമും ഗിലെയാദ് ദേശത്ത് താവളമടിച്ചു. ദാവീദും മഹാനയിമിലെത്തിയപ്പോൾ അമ്മോന്യ നഗരമായ റബ്ബായിൽ നിന്നുള്ള നഹാഷിൻ്റെ മകൻ ഷോബിയും ലോദബാറിൽ നിന്നുള്ള അമ്മിയേലിൻ്റെ മകൻ മാക്കീറും റോഗലിമിൽ നിന്നുള്ള ഗിലെയാദുകാരൻ ബർസില്ലായും കിടക്ക, തളികകൾ, മൺപാത്രങ്ങൾ ഇവയും ദാവീദിനും കൂടെയുള്ളവർക്കും ഭക്ഷിക്കാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരപ്പയ്ക്ക, പയർ, തേൻ, തൈര്, ആട്, പാൽക്കട്ടി മുതലായവയും കൊണ്ടുവന്നു. മരുഭൂമിയിൽ ദാവീദിനും കൂടെയുള്ളവർക്കും വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അബ്സലോം വധിക്കപ്പെടുന്നു. ദാവീദ് 18-ാം അധ്യായം. ദാവീദ് കൂടെയുള്ളവരെ ഗണം തിരിച്ച് അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. അവരെ 3ആയി തിരിച്ച് യോവാബിൻ്റെയും അവൻ്റെ സഹോദരനും സെരൂയയുടെ പുത്രനുമായ അബീശായിയുടെയും ഹിത്യനായ ഇത്തായിയുടെയും നേതൃത്വത്തിൽ അയച്ചു. ഞാനും നിങ്ങളോട് വരും എന്ന് രാജാവ് അനുചരന്മാരോട് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ വരരുത്. ഞങ്ങൾ തോറ്റോടിയാൽ ശത്രുക്കൾ അത് ഗണ്യമാക്കുകയില്ല. ഞങ്ങളിൽ പകുതി പേർ മരിച്ചാലും അവർ കാര്യമാക്കുകയില്ല. അങ്ങ് ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യനത്രേ. ആകയാൽ അങ്ങ് പട്ടണത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം എത്തിക്കുന്നതാണ് നല്ലത്. രാജാവ് പറഞ്ഞു, ഉചിതമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ചെയ്യാം. രാജാവ് പടിവാതിക്കൽ നിന്നും 100കളുടെയും 1000ങ്ങളുടെയും ഗണമായ സൈന്യം കടന്നുപോയി. രാജാവ് യോവാബിനോടും അബീശായിയോടും ഇത്താമറിനോടും കൽപ്പിച്ചു, യുവാവായ അബ്സലോമിനോട് എന്നെ പ്രതിമയമായി പെരുമാറുക. ഈ കൽപ്പന സൈന്യമെല്ലാം കേട്ടു. സൈന്യം ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു. എഫ്രായിം മനസ്സിൽ വെച്ച് അവരുമായി ഏറ്റുമുട്ടി. ദാവീദിൻ്റെ പടയാളികൾ ഇസ്രായേൽക്കാരെ ദയനീയമായി തോൽപ്പിച്ചു. 20,000 പേരെ അന്ന് വകവരുത്തി. ദേശമെല്ലാം വ്യാപിച്ചു. വാളിനിരയായിരുന്നവരേക്കാൾ കൂടുതൽ പേരെ അന്ന് വനം വിഴുങ്ങി. അബ്സലോം ദാവീദിൻ്റെ പടയാളികളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അവർ കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോവുകയായിരുന്നു. അതൊരു വലിയ ഓക്കുമരത്തിൻ്റെ കീഴിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ തലമുടി മരക്കൊമ്പിൽ കുരുങ്ങി. കോവർ കഴുത ഓടിപ്പോയി. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂങ്ങി നിന്നു. ഒരുവൻ അത് കണ്ടു യോവാബിനോട് പറഞ്ഞു, അബ്സലോം ഒരു ഓക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. യോവാബ് പറഞ്ഞു, എങ്കിൽ അവിടെ വെച്ച് തന്നെ അവനെ കൊന്നുകളയാഞ്ഞതെന്തേ? ഞാൻ നിനക്ക് 10 വെള്ളി നാണയങ്ങളും ഒരു അരപ്പട്ടയും തരുമായിരുന്നല്ലോ. അവൻ യോവാബിനോട് പറഞ്ഞു, നീ എനിക്ക് 1000 വെള്ളി നാണയങ്ങൾ തന്നാലും ഞാൻ രാജകുമാരനെതിരെ കരമുയർത്തുകയില്ല. യുവാവായ അബ്സലോമിനെ എന്നെ പ്രതി സംരക്ഷിക്കുക എന്ന് രാജാവ് നിന്നോടും അബീശായിയോടും ഇത്തായിയോടും കൽപ്പിക്കുന്നത് ഞങ്ങളെല്ലാം കേട്ടതാണ്. മറിച്ച് അവനെതിരെ വഞ്ചന കാട്ടിയിരുന്നെങ്കിൽ രാജാവ് അത് അറിയുകയും നീ കൈയൊഴിയുകയും ചെയ്യുമായിരുന്നു. നിന്നോട് സംസാരിച്ച് ഞാൻ സമയം പാഴാക്കുകയില്ല എന്ന് പറഞ്ഞ് യോവാബ് 3 കുന്തമെടുത്ത് ഓക്കുമരത്തിൽ ജീവനോടെ തൂങ്ങിക്കിടന്ന അബ്സലോമിൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി. യോവാബിൻ്റെ ആയുധവാഹകരായ 10 പേർ അബ്സലോമിനെ വളഞ്ഞ് അവനെ അടിച്ചു കൊന്നു. യോവാബ് കാഹളം മുഴക്കി തിരികെ വിളിക്കപ്പെട്ട സൈന്യം ഇസ്രായേൽക്കാരെ ആക്രമിക്കുന്നത് മതിയാക്കി. അവർ അബ്സലോമിനെ വനത്തിൽ ഒരു വലിയ കുഴിയിലെറിഞ്ഞു കളഞ്ഞു. അവനു മീതെ വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഇസ്രായേൽക്കാരെല്ലാം താങ്കളുടെ വീട്ടിലേക്ക് ഓടിപ്പോയി. എൻ്റെ പേർ നിലനിർത്താൻ എനിക്കൊരു മകൻ ഇല്ലെന്ന് പറഞ്ഞ് അബ്സലോം തൻ്റെ ജീവിതകാലത്ത് തന്നെ രാജാവിൻ്റെ താഴ്വരയിൽ തനിക്കൊരു സ്മാരകസ്തംഭം നിർമ്മിച്ചിരുന്നു. അതിന് തൻ്റെ പേർ തന്നെ നൽകി. ഇന്നും അത് അബ്സലോമിൻ്റെ സ്മാരകമെന്നറിയപ്പെടുന്നു. സാദോക്കിൻ്റെ മകൻ അഹീമാസ് പറഞ്ഞു, കർത്താവ് രാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നുവെന്ന് സദ്വാർത്ത ഞാൻ ഓടിച്ചെന്ന് അവനെ അറിയിക്കട്ടെ. യോവാബ് പറഞ്ഞു, വേണ്ട, ഇന്ന് സദ്വാർത്തയുമായി നീ പോകേണ്ട, മറ്റൊരു ദിവസമാകാം. രാജകുമാരൻ മരിച്ചതിനാൽ ഇന്ന് വേണ്ട. പിന്നെ യോവാബ് കുഷ്യനോട് പറഞ്ഞു, നീ കണ്ടത് ചെന്ന് രാജാവിനോട് പറയുക. അവൻ യോവാബിനെ വണങ്ങി ഓടിപ്പോയി.
സാദോക്കിൻ്റെ മകൻ അഹീമാസ് യോവാബിനെ വീണ്ടും നിർബന്ധിച്ചു. എന്തും വരട്ടെ, കുഷിൻ്റെ പിന്നാലെ ഓടിപ്പോയി ഈ വാർത്ത ഞാനും അറിയിക്കട്ടെ. യോവാബ് പറഞ്ഞു, മകനെ, നീ എന്തിനിത് ചെയ്യണം? നിനക്ക് ഇതിന് പ്രതിഫലമൊന്നും കിട്ടുകയില്ലല്ലോ. അവൻ പറഞ്ഞു, എന്തും ആകട്ടെ, ഞാൻ പോകും. യോവാബ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ പോയിക്കൊള്ളുക. അഹീമാസ് സമതലം വഴി കുഷിൻ്റെ മുന്നിലെത്തി. ദാവീദ് പടിപ്പുരകൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു. കാവൽക്കാരൻ മതിലിനു മീതെ പടിപ്പുരയുടെ മുകളിൽ കയറി നോക്കി. ഒരുവൻ തനിയെ ഓടി വരുന്നത് കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞു. രാജാവ് പറഞ്ഞു, അവൻ തനിച്ചെങ്കിൽ സദ്വാർത്ത കൊണ്ടുവരുന്നു. അവൻ അടുത്തടുത്ത് വന്നു. മറ്റൊരുവൻ ഓടി വരുന്നതും കാവൽക്കാരൻ കണ്ടു. അവൻ പടിപ്പുരയിലേക്ക് വിളിച്ചു പറഞ്ഞു, അതാ മറ്റൊരുവനും തനിയെ ഓടി വരുന്നു. രാജാവ് പറഞ്ഞു, അവനും സദ്വാർത്ത കൊണ്ടുവരുന്നു. കാവൽക്കാരൻ പറഞ്ഞു, മുമ്പേ ഓടി വരുന്നവൻ സാദോക്കിൻ്റെ മകൻ അഹീമാസിനെ പോലെ ഇരിക്കുന്നു. അവൻ നല്ലവനാണ്, അവൻ സദ്വാർത്ത കൊണ്ടുവരുന്നു. അഹീമാസ് രാജാവിനോട് വിളിച്ചു പറഞ്ഞു, എല്ലാം ശുഭം. അവൻ രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് പറഞ്ഞു, എൻ്റെ യജമാനൻ രാജാവിനെതിരെ കരമുയർത്തിയവരെ ഏൽപ്പിച്ചു തന്ന അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. രാജാവ് ചോദിച്ചു, അബ്സലോമിൻ്റെ കുമാരൻ സുഖമായിരിക്കുന്നു? അഹീമാസ് പറഞ്ഞു, യോവാബ് എന്നെ അയക്കുമ്പോൾ വലിയൊരു ബഹളം കണ്ടു, എന്നാൽ അതെന്തെന്ന് എനിക്കറിയില്ല. രാജാവ് പറഞ്ഞു, നീ അങ്ങോട്ട് മാറി നിൽക്കുക. അവൻ മാറി നിന്നു. പിന്നെ കുഷ്യനെത്തി. രാജാവിനോട് പറഞ്ഞു, എൻ്റെ യജമാനൻ രാജാവിന് സദ്വാർത്ത അങ്ങയ്ക്കെതിരെ ഉയർന്ന എല്ലാവരുടെയും പിടിയിൽ നിന്നും കർത്താവ് അങ്ങയെ മോചിപ്പിച്ചിരിക്കുന്നു. രാജാവ് കുഷ്യനോട് ചോദിച്ചു, അബ്സലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ? അവൻ പറഞ്ഞു, അവന് സംഭവിച്ചത് യജമാനൻ്റെ എല്ലാ ശത്രുക്കൾക്കും അങ്ങയ്ക്കെതിരെ ഉയരുന്ന എല്ലാവർക്കും സംഭവിക്കട്ടെ. രാജാവ് വികാരാധ്യതനായി പടിപ്പുര മുകളിൽ കയറി വിലപിച്ചു. പോയ വഴി അവൻ പറഞ്ഞു, എൻ്റെ മകനെ അബ്സലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്സലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ. എൻ്റെ മകനെ അബ്സലോമേ, എൻ്റെ മകനെ. ദാവീദ് ജെറുസലേമിലേക്ക് മടങ്ങുന്നു. 19-ാം അധ്യായം. അബ്സലോമിനെക്കുറിച്ച് രാജാവ് വിലപിക്കുന്നതായി യോവാബ് കേട്ടു. രാജാവ് തൻ്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട് അന്നത്തെ വിജയം ജനത്തിനും ദുഃഖമായി തീർന്നു. തോറ്റോടുന്നവരെ പോലെ ലജ്ജിച്ച് അവർ പട്ടണത്തിലേക്ക് പതുങ്ങിക്കയറി. രാജാവ് മുഖം മറച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു, എൻ്റെ മകനെ അബ്സലോമേ, അബ്സലോമേ, എൻ്റെ മകനെ. അപ്പോൾ യോവാബ് കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അങ്ങയുടെയും അങ്ങയുടെ പുത്രിപുത്രന്മാരുടെയും ഭാര്യമാരുടെയും ഉപനാരികളുടെയും ജീവൻ രക്ഷിച്ച അങ്ങയുടെ സകല ഭൃത്യന്മാരെയും അങ്ങിന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു. അങ്ങയെ ദേഷിക്കുന്നവരെ അങ്ങ് സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവരെ ദേഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പടത്തലവന്മാരും സൈനികരും അങ്ങയ്ക്കൊന്നുമല്ലെന്ന് അങ്ങ് ഇന്ന് തെളിയിച്ചിരിക്കുന്നു. അബ്സലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരെയും മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങയ്ക്ക് സന്തോഷമാകുമായിരുന്നുവെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് അങ്ങയുടെ ഭൃത്യന്മാരോട് ദയവായി സംസാരിക്കുക. അങ്ങ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ അവരിൽ ഒരുവൻ പോലും നാളെ പ്രഭാതമാകുമ്പോൾ അങ്ങയുടെ ഒപ്പമുണ്ടാവുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. അത് അങ്ങയുടെ യൗവനം മുതൽ ഇന്ന് വരെ അങ്ങയ്ക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ തിന്മകളെയും കാൾ ഭയങ്കരമായിരിക്കും. രാജാവ് എഴുന്നേറ്റ് നഗരവാതിൽക്കൽ ഉപവിഷ്ടനായി. അത് കേട്ട് ജനം അവൻ്റെ അടുക്കൽ കൂടി. ഇതിനിടെ ഇസ്രായേല്യർ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയിരുന്നു. ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനങ്ങൾ പരസ്പരം പറഞ്ഞു, രാജാവ് നമ്മെ ശത്രുക്കളിൽ നിന്നും ഫിലിസ്ത്യരിൽ നിന്നും രക്ഷിച്ചു. ഇപ്പോഴോ അബ്സലോം നിമിത്തം അവൻ നാട് വിട്ട് ഓടിപ്പോയിരിക്കുന്നു. അബ്സലോമിനെ നാം രാജാവായി അഭിഷേകം ചെയ്തു, എന്നാൽ അവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആകയാൽ ദാവീദ് രാജാവിനെ തിരികെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കാത്തതെന്തേ? ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിനും അബിയാദറിനും ഈ സന്ദേശം കൊടുത്തയച്ചു, യൂദാശ്രേഷ്ഠന്മാരോട് പറയുവിൻ, ഇസ്രായേലിൻ്റെ മുഴുവൻ അഭിപ്രായം രാജസന്നിധിയിലെത്തിയിരിക്കെ രാജാവിനെ തിരികെ കൊണ്ടുപോകുന്നതിൽ അമാന്തിക്കുന്നതെന്തേ? എൻ്റെ ചാർച്ചക്കാരല്ലയോ നിങ്ങൾ? എൻ്റെ അസ്ഥിയിൽ നിന്നും മാംസത്തിൽ നിന്നുമുള്ളവർ. എന്നെ തിരികെ കൊണ്ടുപോകാൻ അവസാനം വരുന്നവർ നിങ്ങളായിരിക്കണമോ? ആമാസയോട് പറയുവിൻ, നീ എൻ്റെ അസ്ഥിയും മാംസവുമല്ലയോ? യോവാബിൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ സൈന്യത്തിൻ്റെ അധിപതിയാക്കുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചു കൊള്ളട്ടെ. ദാവീദിൻ്റെ വാക്ക് യൂദയായി സകലരുടെയും ഹൃദയം കവർന്നു. അങ്ങ് സേവകന്മാരോടെ മടങ്ങി വരിക എന്ന് അവർ അവന് സന്ദേശമയച്ചു. രാജാവ് ജോർദാനിലേക്ക് മടങ്ങി വന്നു. അവനെ എതിരേറ്റ് നദി കടത്തിക്കൊണ്ടുവരാൻ യൂദയായിലെ ജനങ്ങൾ ഗിൽഗാലിലെത്തി. അവരോടൊപ്പം ബഹൂറൂമിൽ നിന്നുള്ള ബെഞ്ചമിൻ വംശജനായ ഗേരയുടെ മകൻ ഷിമെയ് ദാവീദിനെ എതിരേൽക്കാൻ ബന്ധപ്പെട്ടു ചെന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരായ 1000 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു.
സാവൂളിൻ്റെ വീട്ടുകാര്യസ്ഥനായ സീബയും 15 പുത്രന്മാരോടും 20 ഭൃത്യന്മാരോടും കൂടെ ജോർദാനിൽ രാജസന്നിധിയിലെത്തി. രാജകുടുംബത്തെ ഇക്കരെ കടത്താനും അവൻ്റെ ഇഷ്ടം ചെയ്യാനും അവർ നദി കടന്നു ചെന്നു. രാജാവ് നദി കടക്കാൻ തുടങ്ങവേ ഗേരയുടെ മകൻ ഷിമെയി അവൻ്റെ മുമ്പിൽ താണു വീണു. അവൻ രാജാവിനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് ജെറുസലേം വിട്ടുപോയ ദിവസം അടിയൻ ചെയ്ത കുറ്റം അങ്ങ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ. അത് അങ്ങ് ഓർക്കരുതേ. അടിയന് തെറ്റുപറ്റിയെന്ന് അറിയുന്നു. അതുകൊണ്ട് യജമാനെ എതിരേൽക്കാൻ അടിയൻ ഇതാ ജോസഫിൻ്റെ ഭവനത്തിൽ നിന്ന് എല്ലാവരിൽ മുൻപേ വന്നിരിക്കുന്നു. സെരൂയായുടെ മകൻ അബീഷായി പറഞ്ഞു, കർത്താവിൻ്റെ അഭിഷിക്തനെ ശപിച്ചതുകൊണ്ട് ഷിമെയെ വധിക്കേണ്ടതല്ലേ? ദാവീദ് പറഞ്ഞു, സെരൂയായുടെ പുത്രന്മാരെ, നിങ്ങൾക്കെന്ത് കാര്യം? നിങ്ങൾ എനിക്ക് ശല്യമുണ്ടാക്കാൻ നോക്കുന്നുവോ? ഇസ്രായേലിൽ ആരെയെങ്കിലും ഇന്ന് വധിക്കുകയോ? ഞാൻ ഇന്ന് ഇസ്രായേലിൻ്റെ രാജാവാണ്. നീ മരിക്കുകയില്ല എന്ന് രാജാവ് ഷിമെയ്ക്ക് വാക്കുകൊടുത്തു. സാവൂളിൻ്റെ പുത്രൻ മെഫിബോശെത്ത് രാജാവിനെ എതിരേൽക്കാൻ വന്നു. രാജാവ് ജെറുസലേം വിട്ടുപോയി തിരികെ സുരക്ഷിതനായി വരുന്നത് വരെ അവൻ പാദം കഴുകുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. രാജാവിനെ എതിരേൽക്കാൻ ജെറുസലേമിൽ നിന്ന് അവൻ എത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, മെഫിബോശെത്ത്, നീ എന്നോടൊപ്പം പോരാഞ്ഞതെന്തേ? അവൻ പറഞ്ഞു, യജമാനനെ, അടിയൻ ഉടൻ തന്നെ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയോടൊപ്പം പോരേണ്ടതിന് കഴുതയ്ക്ക് ജീനിയിടാൻ അടിയൻ ഭൃത്യനോട് പറഞ്ഞു. എന്നാൽ അവൻ ചതിച്ചു. അവൻ യജമാനനോട് അടിയനെപ്പറ്റി നുണയും പറഞ്ഞു പിടിപ്പിച്ചു. എന്നാൽ അങ്ങ് അടിയന് ദൈവദൂതനെ പോലെയാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. അങ്ങയുടെ മുൻപിൽ അടിയൻ്റെ പിതൃഭവനം മുഴുവൻ മരണയോഗ്യരായിരുന്നു. എന്നാൽ അങ്ങയുടെ മേശയിൽ ഭക്ഷിക്കാൻ അടിയന് അവകാശം തന്നു. അങ്ങയോട് അപേക്ഷിക്കാൻ അടിയന് മറ്റെന്താണുള്ളത്? രാജാവ് അവനോട് പറഞ്ഞു, നീ ഒന്നും പറയണമെന്നില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീയും സീബയും വസ്തു പങ്കിടുക. മെഫിബോശെത്ത് രാജാവിനോട് പറഞ്ഞു, അത് മുഴുവൻ അവൻ എടുത്തുകൊള്ളട്ടെ. അങ്ങ് സുരക്ഷിതനായി കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയല്ലോ, എനിക്കത് മതി. രാജാവിനെ ജോർദാൻ കടത്തിവിടാൻ ഗിലെയാദുകാരനായ ബർസില്ലായി റോഗലീമിൽ നിന്ന് വന്നു. അവൻ 80 വയസ്സുള്ള പടുവൃദ്ധനായിരുന്നു. വളരെ ധനികനായിരുന്ന അവനാണ് രാജാവിനു മഹാനൈമിൽ വെച്ച് ഭക്ഷണം നൽകിയിരുന്നത്. രാജാവ് അവനോട് പറഞ്ഞു, എന്നോടുകൂടെ ജെറുസലേമിലേക്ക് വരിക, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ബർസില്ലായി രാജാവിനോട് പറഞ്ഞു, ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? പിന്നെ ഞാൻ രാജാവിനോടുകൂടെ ജെറുസലേമിലേക്ക് പോരുന്നത് എന്തിന്? എനിക്ക് വയസ്സ് 80ആയി. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവില്ല. ഭക്ഷണപാനീയങ്ങളുടെ സ്വാദും അറിഞ്ഞുകൂടാ. ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും പാട്ട് കേട്ട് ആസ്വദിക്കാനും കഴിവില്ല. ഞാൻ തിരുമേനിക്ക് ഭാരമായിരിക്കും. ഇത്ര വലിയ പ്രതിഫലം അടിയാൻ അർഹിക്കുന്നില്ല. അതുകൊണ്ട് ജോർദാനിക്കരെ കുറേ ദൂരം മാത്രം ഞാൻ കൂടെ പോരാം. പിന്നെ മടങ്ങിപ്പോരാൻ അങ്ങ് എന്നെ അനുവദിക്കണം. എൻ്റെ സ്വന്തം പട്ടണത്തിൽ മാതാപിതാക്കളുടെ കല്ലറയ്ക്കരികിൽ ഞാൻ വിശ്രമിച്ചു കൊള്ളട്ടെ. എന്നാൽ ഇതാ എൻ്റെ മകൻ കിംഹാം, അവൻ അങ്ങയെ സേവിക്കും. അവൻ തിരുമേനിയോടുകൂടെ പോരട്ടെ. അങ്ങയ്ക്ക് ഇഷ്ടമുള്ളത് അവന് ചെയ്തു കൊടുത്താലും. രാജാവ് പ്രതിവചിച്ചു, അതെ, കിംഹാം എന്നോടുകൂടെ പോരട്ടെ. നിൻ്റെ ഇഷ്ടം പോലെ ഞാൻ അവന് ചെയ്തു കൊടുക്കും. നീ ചോദിക്കുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരും. ദാവീദും അനുയായികളും ജോർദാൻ കടന്നു. രാജാവ് ബർസില്ലായിയെ ചുംബിച്ചനുഗ്രഹിച്ചു. അവൻ സ്വഭവനത്തിലേക്ക് മടങ്ങി. രാജാവ് ഗിൽഗാലിലേക്ക് പോയി. കിംഹാമും അവനോടൊപ്പം ഉണ്ടായിരുന്നു. യൂദയായിലെ ജനവും ഇസ്രായേലിയർ പകുതിയും അകമ്പടി സേവിച്ചു. ഇസ്രായേലിയർ വന്ന് രാജാവിനോട് ചോദിച്ചു, യൂദയായിലെ ഞങ്ങളുടെ സഹോദരന്മാർ രാജാവിനെയും കുടുംബത്തെയും സേവകരെയും രഹസ്യമായി ജോർദാൻ കടത്തിയതെന്തേ? യൂദയായിലെ ജനം ഇസ്രായേലിയോട് പറഞ്ഞു, രാജാവ് ഞങ്ങളുടെ സ്വന്തമായതുകൊണ്ട് നിങ്ങൾ ശോഭിക്കുന്നതെന്തിന്? രാജാവിൻ്റെ ചെലവിലാണോ ഞങ്ങളുടെ ഭക്ഷണം? അവൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തന്നോ? ഇസ്രായേലിയർ അവരോട് പറഞ്ഞു, രാജാവ് ഞങ്ങൾക്ക് 10 ഓഹരിയുണ്ട്. രാജാവിൽ ഞങ്ങൾക്ക് 10 ഓഹരിയുണ്ട്. നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശം ഞങ്ങൾക്ക് ദാവീദിലുണ്ട്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ അവഹേളിക്കുന്നു. രാജാവിനെ തിരികെ വരുത്തുന്ന കാര്യം പറഞ്ഞത് ഞങ്ങളല്ലേ? എന്നാൽ യൂദയായിലെ ജനത്തിൻ്റെ വാക്ക് ഇസ്രായേലിയരുടേതിനേക്കാൾ മൂർച്ചയേറിയതായിരുന്നു. ശേബായുടെ വിപ്ലവം. 20-ാം അധ്യായം. ഷേബ എന്ന് പേരുള്ള ഒരു നീചനുണ്ടായിരുന്നു. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ബക്രിയുടെ മകനായ അവൻ കാഹളമുതി വിളിച്ചു പറഞ്ഞു, ദാവീദുമായി നമുക്ക് പങ്കില്ല, ജസ്സയുടെ പുത്രനുമായി നമുക്ക് ഇടപാടില്ല. ഇസ്രായേലേ, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവിൻ. അങ്ങനെ ഇസ്രായേലിയർ ദാവീദിനെ വിട്ടു ബക്രിയുടെ മകൻ ഷേബായോട് ചേർന്നു. യൂദയായിലെ ജനമാകട്ടെ ദാവീദ് രാജാവിനോട് ഉറച്ചു നിന്ന് ജോർദാൻ മുതൽ ജെറുസലേം വരെ
അവനെ അനുഗമിച്ചു. ദാവീദ് ജെറുസലേമിൽ തൻ്റെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന 10 ഉപനാരികളെ വീട്ടുതടങ്കലിലാക്കി. അവരുടെ ജീവിതാവശ്യങ്ങൾ നൽകിയെങ്കിലും അവരുമായി അവൻ ശയിച്ചില്ല. അവർ മരണം വരെ വീട്ടുതടങ്കലിൽ വിധവകളെ പോലെ ജീവിച്ചു. രാജാവ് ആമാസയോട് പറഞ്ഞു, യൂദായിലെ പുരുഷന്മാരെയും കൂട്ടി 3 ദിവസത്തിനകം എൻ്റെ മുൻപിൽ വരിക. അമാസെ അവരെ വിളിച്ചു കൂട്ടാൻ പോയി. എന്നാൽ രാജാവ് കൽപ്പിച്ചിരുന്ന സമയത്ത് അവൻ തിരിച്ചെത്തിയില്ല. അതുകൊണ്ട് ദാവീദ് അബീഷായിയോട് പറഞ്ഞു, ബിക്രിയുടെ മകൻ ഷേബ അബ്സലോമിനേക്കാൾ കൂടുതൽ ശല്യം ചെയ്യും. അതുകൊണ്ട് സൈന്യവുമായി അവനെ പിന്തുടരുക, അല്ലെങ്കിൽ അവൻ കോട്ടകളുള്ള വല്ല പട്ടണങ്ങളും കൈക്കലാക്കി നമ്മെ ശല്യപ്പെടുത്തും. അങ്ങനെ യോവാബും ക്രേത്യരും പെലത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകൻ ഷേബായെ പിന്തുടരാൻ ജെറുസലേമിൽ നിന്നും പുറപ്പെട്ടു. അവർ ഗിബയോനിലെ വലിയ പാറയുടെ അടുത്തെത്തിയപ്പോൾ അമാസ അവരെ സ്വീകരിക്കാൻ വന്നു. യോവാബ് പടച്ചട്ടയും അതിനുമീതെ വാൾ ഉറപ്പിച്ചിരുന്ന അരപ്പട്ടയും ധരിച്ചിരുന്നു. അവൻ മുന്നോട്ട് നടന്നപ്പോൾ വാൾ പുറത്തേക്ക് തള്ളി നിന്നു. സഹോദര, സുഖം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് യോവാബ് അമാസയെ ചുംബിക്കാൻ വലത് കൈകൊണ്ട് അവൻ്റെ താടിക്ക് പിടിച്ചു. യോവാബിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ അമാസ ശ്രദ്ധിച്ചിരുന്നില്ല. യോവാബ് അവൻ്റെ വയറ്റത്ത് കുത്തി കുടൽ തറയിൽ തെറിച്ചു വീണു. രണ്ടാമത് കുത്തേണ്ടി വന്നില്ല. അവൻ മരിച്ചു. പിന്നെ യോവാബും അവൻ്റെ സഹോദരൻ അബീഷായിയും ബിക്രിയുടെ മകൻ ഷേബായി അനുധാവനം ചെയ്തു. യോവാബിൻ്റെ പടയാളികളിൽ ഒരുവൻ അമാസയുടെ മൃതശരീരത്തിനരികെ നിന്ന് വിളിച്ചു പറഞ്ഞു, യോവാബിൻ്റെയും ദാവീദിൻ്റെയും പക്ഷത്തുള്ളവർ യോവാബിനെ അനുഗമിക്കട്ടെ. അമാസയുടെ ശരീരം രക്തത്തിൽ മുങ്ങി വഴിമധ്യേ കിടക്കുകയായിരുന്നു. കടന്നു വന്നവർ അത് കണ്ടു നിന്നു. എല്ലാവരും നിൽക്കുന്നത് എന്ന് കണ്ടിട്ട് ഒരുവൻ അമാസയുടെ ശരീരം വലിച്ച് വയലിലിട്ട് ഒരു തുണി കൊണ്ട് മൂടി. അവനെ വഴിയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ സകലരും ബിക്രിയുടെ മകൻ ഷേബയെ പിടികൂടാൻ യോവാബിനോടുകൂടെ പോയി. ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും പ്രദേശങ്ങളിൽ കൂടി കടന്ന് ആബേൽ ബേത്ത് മാഖായിലെത്തി. ബിക്രിയുടെ കുലത്തിൽപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടി പട്ടണത്തിലേക്ക് അവനെ അനുഗമിച്ചു. യോവാബിൻ്റെ അനുയായികൾ ആബേൽ ബേത്ത് മേഘ വളഞ്ഞു. ആബേൽ ബത്ത് മാഖ വളഞ്ഞ് പട്ടണത്തിന് നേരെ അവർ ഒരു മൺതിട്ട ഉയർത്തി മതിൽ ഇടിച്ചു വീഴ്ത്താൻ തുടങ്ങി. അപ്പോൾ വിവേകവതിയായ ഒരുവൾ പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കേൾക്കുക, ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയുക. യോവാബ് അവളുടെ അടുത്ത് ചെന്നു. നീ യോവാബോ? അവൾ ചോദിച്ചു. അതെ, ഞാൻ തന്നെ. അവൾ പറഞ്ഞു, നിന്റെ ദാസി പറയുന്നത് ശ്രവിച്ചാലും. അവൾ അപേക്ഷിച്ചു, ഞാൻ ശ്രദ്ധിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആബേലിൽ ചെന്ന് ഉപദേശം സ്വീകരിപ്പിനെന്ന് മുൻപൊക്കെ പറയുക പതിവായിരുന്നു. അങ്ങനെ അവർ കാര്യം തീർത്തു വന്നു. ഇസ്രായേലിലെ സമാധാനപ്രിയരും വിശ്വസ്തരുമായവരിൽ ഒരാളാണ് ഞാൻ. ഇസ്രായേലിലെ ഒരു മാതാവായ ഈ നഗരത്തെ നീ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു. നീ കർത്താവിൻ്റെ അവകാശം വെട്ടിവിഴുങ്ങുമോ? യോവാബ് മറുപടി പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ പട്ടണം നശിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്യുകയില്ല. അതല്ല ഞങ്ങളുടെ ഉദ്ദേശം. എഫ്രായിം മലനാട്ടിൽ നിന്നുള്ള ബിക്രിയുടെ മകൻ ഷേബ എന്നൊരുവൻ ദാവീദ് രാജാവിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവനെ മാത്രം ഏൽപ്പിച്ചു തരിക, ഞാൻ പട്ടണം വിട്ടുപോയിക്കൊള്ളാം. ഇതാ, അവൻ്റെ തല മതിലിന് മീതെ കൂടി നിൻ്റെ അടുത്തേക്ക് എറിഞ്ഞു തരാം. അവൾ പറഞ്ഞു. അവൾ ജനത്തെ സമീപിച്ച് തൻ്റെ ജ്ഞാനത്താൽ അവരെ സമ്മതിപ്പിച്ചു. ബിക്രിയുടെ മകൻ ഷേബയുടെ തല അവർ വെട്ടി യോവാബിൻ്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുത്തു. അവൻ കാഹളമോതി സൈന്യം പട്ടണം വിട്ടു സ്വന്തം വീടുകളിലേക്ക് പോയി. യോവാബ് ജെറുസലേമിൽ രാജാവിൻ്റെ അടുത്തേക്കും. യോവാബ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ അധിപതിയായിരുന്നു. യഹോയാദായുടെ മകൻ ബനയ ക്രേത്യരുടെയും പെലത്യരുടെയും തലവനും. അദോറാമിന് അടിമകളുടെ മേൽനോട്ടമായിരുന്നു. അഹിലൂദിൻ്റെ മകൻ യഹോഷാഫാത്ത് എഴുത്തുകാരനും. ഷേബ കാര്യസ്ഥനും സദോക്കും അബിയാദറും പുരോഹിതന്മാരും ആയിരുന്നു. ജായിറുകാരൻ ഈരയും ദാവീദിൻ്റെ പുരോഹിതനായിരുന്നു. ഗിബയോൻകാരുടെ പ്രതികാരം 21-ാം അധ്യായം. ദാവീദിൻ്റെ ഭരണകാലത്ത് 3 വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു. അവിടുന്ന് അരുളിച്ചെയ്തു, സാവൂൾ
ഗിബയോൻകാരെ കൊന്നതുകൊണ്ട് അവൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ രക്തപാതക കുറ്റമുണ്ട്. അതുകൊണ്ട് രാജാവ് ഗിബയോൻകാരെ വിളിച്ചു. ഗിബയോൻകാർ ഇസ്രായേല്യരല്ല, അമ്മോര്യരുടെ ഒരു ചെറു വിഭാഗം ആയിരുന്നു. അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് ഇസ്രായേല്യർ സത്യം ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിനെയും യൂദയെയും കുറിച്ചുള്ള തീഷ്ണതയിൽ സാവൂൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ദാവീദ് ഗിബയോൻകാരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ കർത്താവിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം? ഗിബയോൻകാർ മറുപടി നൽകി, സാവൂളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും പൊന്നും കൊണ്ട് തീരുന്നതല്ല. ഇസ്രായേലിൽ ആരെയെങ്കിലും കൊല്ലാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദാവീദ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കേണ്ടതിനു മനഃപൂർവ്വം ഞങ്ങളെ നശിപ്പിച്ചവനുണ്ടല്ലോ. അവൻ്റെ പുത്രന്മാരിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക. കർത്താവിൻ്റെ പർവ്വതമായ ഗിബയോനിൽ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ അവരെ തൂക്കിക്കൊല്ലട്ടെ. രാജാവ് പറഞ്ഞു, ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. എന്നാൽ സാവൂളിൻ്റെ മകൻ ജോനാഥനുമായി കർത്തൃനാമത്തിൽ ചെയ്തിരുന്ന ഉടമ്പടി നിമിത്തം ദാവീദ് സാവൂളിൻ്റെ മകനായ ജോനാഥൻ്റെ മകൻ മെഫിബോഷെത്തിനെ ഒഴിവാക്കി. ആയായുടെ മകൾ റിസ്പായിൽ സാവൂളിന് ജനിച്ച അർമോനി, മെഫിബോഷെത്ത് എന്നീ പുത്രന്മാരെയും മെഹ്ലോയിലെ ബർസില്ലായുടെ മകനായ ആദ്രിയേലിന് സാവൂളിൻ്റെ മകൾ മേരബിൽ ജനിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടികൂടി. ഗിബയോൻകാർക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കർത്താവിൻ്റെ മുൻപിൽ മലയിൽ വെച്ച് തൂക്കിലിട്ടു. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. യവംകൊയ്ത്തിൻ്റെ ആരംഭത്തിലാണ് അവരെ കൊന്നത്. അനന്തരം ആയായുടെ മകൾ റിസ്പ പാറമേൽ ചാക്കുവിരിച്ച് കൊയ്ത്തുകാലത്തിൻ്റെ ആരംഭം മുതൽ മഴക്കാലം വരെ അവിടെ കിടന്നു. പകൽ പക്ഷികളെയും രാത്രി കാട്ടുമൃഗങ്ങളെയും മൃതദേഹങ്ങളിൽ നിന്ന് അവൾ ആട്ടി ഓടിച്ചു. ആയായുടെ മകളും സാവൂളിൻ്റെ ഉപനാരിയുമായ റിസ്പായുടെ പ്രവൃത്തി ദാവീദ് കേട്ടു. അവൻ ചെന്ന് യാബേഷ് ഗിലെയാദിലെ ആളുകളിൽ നിന്ന് സാവൂളിൻ്റെയും മകൻ ജോനാഥിൻ്റെയും അസ്ഥികളെടുത്ത് ഗിൽബോവായിൽ വെച്ച് സാവൂളിനെ കൊന്നതിന് ശേഷം അവരുടെ മൃതശരീരങ്ങൾ ഫിലിസ്ത്യർ ബത്ത്ഷാനിലെ പൊതുവീതിയിൽ തൂക്കിയിട്ടിരുന്നു. യാബേഷ് ഗിലെയാദുകാർ അവ മോഷ്ടിച്ചു കൊണ്ടുപോയി. ദാവീദ് സാവൂളിൻ്റെയും മകൻ ജോനാഥിൻ്റെയും തൂക്കിക്കൊല്ലപ്പെട്ടവരുടെയും അസ്ഥികൾ ബെഞ്ചമിൻ ദേശത്തെ സേലായിൽ സാവൂളിൻ്റെ പിതാവായ കിഷിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു. രാജാവ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. പിന്നെ രാജ്യത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദാവീദിൻ്റെ വീരയോദ്ധാക്കൾ. ഫിലിസ്ത്യരും ഇസ്രായേലരുമായി വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്തു. അവൻ തളർന്നു. മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്ബിബെനോബ് ദാവീദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു. അവൻ്റെ ഓടുകൊണ്ടുള്ള കുന്തത്തിന് 300 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. അവൻ അരയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു. എന്നാൽ സെരൂയായുടെ മകൻ അബീഷായി ദാവീദിൻ്റെ സഹായത്തിനെത്തി. അവനെ അടിച്ചു വീഴ്ത്തി കൊന്നുകളഞ്ഞു. ഇസ്രായേലിൻ്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പറഞ്ഞ് പടയാളികൾ ദാവീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അതിനുശേഷം ഗോബിൽ വെച്ച് ഫിലിസ്ത്യരുമായി വീണ്ടും യുദ്ധമുണ്ടായി. അപ്പോൾ ഹൂഷാത്യനായ സിബക്കായി മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്നു. ഗോബിൽ വെച്ച് ഫിലിസ്ത്യരുമായുണ്ടായ മറ്റൊരു യുദ്ധത്തിൽ ബത്ലഹീംകാരനായ റെഓറഗിമിൻ്റെ പുത്രൻ എൽഹാനാൻ ഗിത്യനായ ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു. അവൻ്റെ കുന്തത്തിൻ്റെ പിടി നെയ്ത്തുകാരൻ്റെ ഓടം പോലെയായിരുന്നു. ഗത്തിൽ വെച്ചും ഒരു യുദ്ധമുണ്ടായി. അവിടെ ഒരു അതികായകനുണ്ടായിരുന്നു. അവൻ്റെ കൈകാലുകൾക്ക് 6 വീതം 24 വിരലുകളുണ്ടായിരുന്നു. അവനും മലന്മാരുടെ സന്തതികളൊരുവനായിരുന്നു. അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിൻ്റെ സഹോദരനായ ഷിമെയിയുടെ മകൻ ജോനാഥൻ അവനെ വധിച്ചു. അവർ 4 പേരും ഗത്തിലെ മല്ലന്മാരുടെ സന്തതികളിൽപ്പെട്ടവരായിരുന്നു. ദാവീദും അനുചരന്മാരും അവരെ നിഗ്രഹിച്ചു. ദാവീദിൻ്റെ വിജയകീർത്തനം 22-ാം അധ്യായം. ദാവീദിൻ്റെ വിജയകീർത്തനം 22-ാം അധ്യായം. കർത്താവ് ദാവീദിനെ സകല ശത്രുക്കളിൽ നിന്നും സാവൂളിൽ നിന്നും രക്ഷിച്ച ദിവസം ദാവീദ് അവിടത്തേക്ക് കീർത്തനമാലപിച്ചു.
കർത്താവല്ലോ ഉന്നതശിലയും ദുർഗവും, എൻ്റെ വിമോചകനും എൻ്റെ ദൈവവും. എനിക്കഭയം തരുന്ന പാറയും പരിചയും രക്ഷാശൃംഗവും. അഭയകേന്ദ്രവും എൻ്റെ രക്ഷകനും അവിടുന്നാണ്. അങ്ങനെ അക്രമത്തിൽ നിന്നും രക്ഷിക്കുന്നു. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും. മൃത്യുതരംഗങ്ങൾ എന്നെ വലയം ചെയ്തു. വിനാശത്തിൻ്റെ മഹാപ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. പാതാളപാശങ്ങൾ എന്നെ ചുറ്റി. മരണം എനിക്ക് കെണിയൊരുക്കി. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കർത്താവിൻ്റെ കോപത്താൽ ഭൂമി ചട്ടിവിറച്ചു. ആകാശത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി. അവിടുത്തെ നാസികയിൽ നിന്നും ധൂപപടലമുയർന്നു. വായിൽ നിന്ന് സർവ്വവും വിഴുങ്ങുന്ന അഗ്നി പുറപ്പെട്ടു. ജ്വലിക്കുന്ന കനലുകൾ ആളിക്കത്തി. ആകാശം ചായിച്ചവിടുന്ന് ഇറങ്ങി വന്നു. കൂരിരുട്ടിനുമേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു. കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പ്രത്യക്ഷനായി. അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു. ജലം നിറഞ്ഞ കാർമേഘങ്ങൾ വിതാനവും. അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്നും തീക്കനൽ പാറി. കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. അവിടുന്ന് അമ്പയച്ചവരെ ചിതറിച്ചു. മിന്നൽ പിണർക്കൊണ്ടവരെ പായിച്ചു. അവിടുത്തെ നാസികയിൽ നിന്നും ഗമിച്ച ക്രുദ്ധനിതാശ്വാസത്താൽ സമുദ്രത്തിൻ്റെ ഉൾച്ചാലുകൾ കാണപ്പെട്ടു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നഗ്നമാക്കപ്പെട്ടു. അത്യുന്നതങ്ങളിൽ നിന്നും കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും, എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു. അനർത്ഥകാലത്ത് അവരെൻ്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയസ്ഥാനമായിരുന്നു. അവിടുന്ന് എന്നെ വിശാല സ്ഥലത്തേക്ക് അനയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. കർത്താവിൻ്റെ വഴിയിൽ നിന്നും ഞാൻ വ്യതിചലിച്ചില്ല. തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്നും ഞാൻ അകന്നു പോയില്ല. അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുൻപിലുണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല. തിരുമുമ്പിൽ ഞാൻ നിർമ്മലനായിരുന്നു. കുറ്റങ്ങളിൽ നിന്നും ഞാൻ അകന്നു നിന്നു. ആകയാൽ എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു. നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു. നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. വിനീതരെ അങ്ങ് വിടുവിക്കുന്നു. അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു. കർത്താവേ, അങ്ങൻ്റെ ദീപമാണ്. എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം അകറ്റുന്നു. അങ്ങയുടെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും. ദൈവത്തിൻ്റെ മാർഗം അവികലമാണ്. കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെടും. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. കർത്താവല്ലാതെ ദൈവമായ ആരുണ്ടേ? നമ്മുടെ ദൈവമല്ലാതെ ഉന്നത ശിലയുണ്ടോ? ദൈവമാണ് എൻ്റെ ശക്തം. എൻ്റെ മാർഗം അവിടുന്ന് സുരക്ഷിതമാക്കുന്നു. അവിടുന്ന് എൻ്റെ കാലുകൾക്കും അൻപേടയുടെ വേഗം നൽകി. ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി. എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു. എൻ്റെ കരങ്ങൾക്ക് പിത്തള വില്ല് കുലയ്ക്കാൻ കഴിയും. രക്ഷയുടെ പരിച അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി. എൻ്റെ വീതി അങ്ങ് വിശാലമാക്കി. എൻ്റെ കാലുകൾ വഴുതിയതുമില്ല. ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു. അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല. ഞാൻ അവരെ സംഹരിച്ചു. എഴുന്നേൽക്കാനാവാത്ത വിധം ഞാൻ അവരെ തകർത്തു. അവർ എൻ്റെ പാദങ്ങൾക്കിടയിൽ ഞെരിഞ്ഞു. യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങൻ്റെ അരമുറുക്കി. എന്നെ ആക്രമിച്ചവരെ അങ്ങെനിക്ക് അധീനരാക്കി. എൻ്റെ ശത്രുക്കളെ അങ്ങ് പലായനം ചെയ്യിപ്പിച്ചു. എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു. സഹായത്തിനു വേണ്ടി അവർ മുഖമുയർത്തി. രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കർത്താവിനോട് അവർ നിലവിളിച്ചു. അവിടുന്ന് ഉത്തരം അരുളിയില്ല. നിലത്തെ പൂഴി പോലെ ഞാൻ അവരെ പൊടിച്ചു. തെരുവിലെ ചെളി പോലെ ചവിട്ടി മെതിച്ചു. ജനതകളോടുള്ള കലഹത്തിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചു. അങ്ങനെ ജനതകളുടെ അധിപനാക്കി. എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു. വിദേശികൾ എന്നോട് കേണിരുന്നു. എന്നെക്കുറിച്ച് കേട്ട മാത്രയിൽ അവരെന്നെ അനുസരിച്ചു.
വിദേശീയർക്ക് ധൈര്യം മറ്റു സങ്കേതങ്ങളിൽ നിന്ന് വിറയലോടെ അവർ പുറത്തു വന്നു. കർത്താവ് ജീവിക്കുന്ന എൻ്റെ ഉന്നത ശില വാഴ്ത്തപ്പെടട്ടെ, എൻ്റെ രക്ഷയുടെ ശിലയായി ദൈവം സ്തുതിക്കപ്പെടട്ടെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു, ജനതകളെ എനിക്ക് അധീനരാക്കി. ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു, വൈരികൾക്കുമേൽ എന്നെ ഉയർത്തിയ അക്രമങ്ങളികളിൽ നിന്ന് അവിടുന്ന് എന്നെ വിടുവിച്ചു. ആകയാൽ കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് സ്തോത്രം ആലപിക്കും, അങ്ങയുടെ നാമം പാടി സ്തുതിക്കും. തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകിയിരുന്നു, തൻ്റെ അഭിഷിക്തനോട് അവിടുന്ന് എന്നേക്കും കരുണ കാണിക്കുന്നു, ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ. ദാവീദിൻ്റെ അന്ത്യവചസ്സുകൾ 23-ാം അധ്യായം. ദാവീദിൻ്റെ അന്ത്യവചസ്സാണിത്. ജസയുടെ പുത്രൻ ദാവീദ്, ദൈവമുയർത്തിയവൻ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ അഭിഷിക്തൻ, ഇസ്രായേലിൻ്റെ മധുരഗായകൻ പ്രവചിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളിച്ചെയ്യുന്നു, അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ. ഇസ്രായേലിൻ്റെ ദൈവം സംസാരിക്കുന്നു, ഇസ്രായേലിൻ്റെ ഉന്നതശില എന്നോട് അരുളി ചെയ്തിരിക്കുന്നു. മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ, ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ. പ്രഭാതത്തിലെ പ്രകാശം പോലെ, കാർമേഘരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ, ഭൂമിയിൽ പുല്ലുമുളപ്പിക്കുന്ന മഴ പോലെ അവൻ ശോഭിക്കുന്നു. എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ? അവിടുന്ന് എന്നോട് ശാശ്വതമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞു കളയേണ്ട മുള്ളുപോലെയാകുന്നു, അത് കയ്യിൽ എടുക്കുകയില്ലല്ലോ. കമ്പിയോ കുന്തത്തിൻ്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അതെ തൊടുന്നില്ല, അത് നിശേഷം ചുട്ടുകളയും. ദാവീദിൻ്റെ വീരയോദ്ധാക്കൾ തക്കെമ്യനായ യോഷെബോഷബാത്ത്, അവൻ മൂവരിൽ പ്രധാനിയായിരുന്നു. അവൻ കുന്തം കൊണ്ട് 800 പേരെ ഒന്നിച്ചു കൊന്നു. മൂവരിൽ രണ്ടാമൻ അഹോഹിയുടെ മകനായ ദോദായുടെ മകൻ എലിയാസർ. ഫിലിസ്ത്യരോടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിയർ ഓടിപ്പോയപ്പോൾ അവൻ ദാവീദിനോട് ചേർന്ന് നിന്ന് അവരെ ചെറുത്തു. അവൻ കൈ തളരും വരെ ഫിലിസ്ത്യരെ വെട്ടി. അവൻ്റെ കൈ വാളോടൊട്ടിച്ചേർന്നു പോയി. കർത്താവിൻ്റെ അന്നത്തെ വിജയം വലുതായിരുന്നു. മരിച്ചു വീണവരെ കൊള്ളയടിക്കാൻ മാത്രമാണ് ജനം മടങ്ങി വന്നത്. മൂന്നാമൻ ഹാരാര്യനായ ആഗയുടെ മകൻ ഷമ്മ. ഫിലിസ്ത്യർ ലേഹിയിൽ ഒരുമിച്ച് കൂടി. അവിടെ ചെറുപയർ നട്ടിരുന്ന ഒരു വയലുണ്ടായിരുന്നു. ജനം ഫിലിസ്ത്യരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ ഷമ്മ വയലിൻ്റെ നടുവിൽ നിന്ന് അതിനെ കാത്തു. അവൻ ഫിലിസ്ത്യരെ കൊന്നു. കർത്താവ് വലിയ വിജയം നൽകി. 30 പ്രമാണികൾ 3 പേർ കൊയ്ത്തുകാലത്ത് അതുല്ലാം ഗുഹയിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ കാവൽ പട്ടാളം ബെത്ലഹേമിലും. ദാവീദ് ആർത്തിയോടുകൂടി പറഞ്ഞു, ബെത്ലഹേമിലെ പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ. അപ്പോൾ ഈ 3 വീരന്മാർ ഫിലിസ്ത്യ താവളം ഭേദിച്ച് കടന്നു ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്നും വെള്ളം കോരി ദാവീദിന് കൊണ്ടുവന്ന് കൊടുത്തു. എന്നാൽ അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. അവൻ അത് കർത്താവിന് നൈവേദ്യമായി ഒഴുക്കി. അവൻ പറഞ്ഞു, കർത്താവേ, ഞാനിത് കുടിക്കുകയില്ല. സ്വജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അതെ. അതുകൊണ്ട് അവൻ അത് കുടിച്ചില്ല. 3 വീരന്മാർ ഇങ്ങനെ ചെയ്തു. സെരൂയയുടെ മകൻ യോവാബിൻ്റെ സഹോദരൻ അബിഷായി 30 പേരുടെ തലവനായിരുന്നു. അവൻ കുന്തം കൊണ്ട് 300 പേരെ കൊന്ന് 30 പേരുടെ ഇടയിൽ പേര് നേടി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു. അവൻ അവരുടെ തലവനുമായിരുന്നു. എങ്കിലും അവൻ 3 പ്രശസ്തി നേടിയില്ല. കപ്സലിൽ നിന്നുള്ള യഹോയാദായുടെ മകൻ ബനായിയ ഒരു ശൂരപരാക്രമിയായിരുന്നു. 2 മോവാബ്യ യോദ്ധാക്കളെ കൊന്നതുൾപ്പെടെ പല ധീരകൃത്യങ്ങളും അവൻ ചെയ്തു. ഹിമപാതമുണ്ടായ ഒരു ദിവസം അവൻ ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെ കൊന്നു. അവൻ ഭീമാകരനായ ഒരു ഈജിപ്തുകാരനെയും കൊന്നു. ഈജിപ്തുകാരൻ്റെ കയ്യിലൊരു കുന്തമുണ്ടായിരുന്നു. ബനാനിയ ഒരു വടിയുമായി ചെന്ന് കുന്തം പിടിച്ച് പറിച്ച് അതുകൊണ്ട് അവനെ കൊന്നു. യഹോയാദായുടെ മകൻ ബനായിയ ഈ ചെയ്തത് 30 ധീരന്മാരുടെ പേരെടുത്തു.
30 പേരുടെ കൂട്ടത്തിൽ അവൻ അതിപ്രശസ്തനായിരുന്നു. എങ്കിലും മൂവരോളം എത്തിയില്ല. ദാവീദ് അവനെ തൻ്റെ അംഗരക്ഷകന്മാരുടെ തലവനാക്കി. യോവാബിൻ്റെ സഹോദരൻ അസഹേലായിരുന്നു 30 പേരിൽ ഒരുവൻ. ബെത്ലഹേംകാരനായ ദോദായുടെ മകൻ എൽഹാനാൻ, ഹാരോദിലെ ഷമ്മായും എലിക്കയും, പെലിത്യനായ ഹേലാസ്, തെക്കോവായിലെ ഇക്കഷിൻ്റെ മകൻ ഈര, അനാത്തോത്തിലെ അബിയേസർ, ഹുഷാത്യനായ മെബുന്നായി, ആഹോഹ്യനായ സൽമോൻ, നെത്തോഫായിലെ മഹാരായി, നെത്തോഫായിലെ ബാനായുടെ മകൻ ഹേലബ്, ബെഞ്ചമിൻകാരുടെ ഗിബയായിലെ റിബ്ബായുടെ മകൻ ഇത്തായി, പീറദോണിലെ ബനാനിയ, ഗാഷിലെ അരുവികൾക്കടുത്തുള്ള ഹിദ്ദായി, അർബാഖ്യനായ അബിയാൽ, ബോൻ, ബഹ്റൂമിലെ അസ്മാവത്ത്, ഷാൽബനോനിലെ എലിയാഹബ, യാഷറിൻ്റെ പുത്രന്മാർ ജോനാഥൻ, ഹരാറിലെ ഷമ്മ, ഹാരാറിലെ ഷാറിൻ്റെ മകൻ അഹിയാം, മാഗായിലെ അഹസ്ബായിയുടെ മകൻ എലഫെലെത്ത്, ഗിലയോയിലെ അഹിത്തോഫിലിൻ്റെ മകൻ ഏലിയാം, കാർമലിലെ ഹസ്രോ, അർബയിലെ പാരായി, സോബായിലെ നാഥാൻ്റെ മകൻ ഈഗാൽ, ഖാദിലെ ബിനി, അമ്മോനിലെ സേലക്, സെരൂയായുടെ മകൻ യോവാബിൻ്റെ ആയുധവാഹകനായ ബരോത്തിലെ നഹ്റായി, ഇത്രായിലെ ഈരായും ഗേരബും ഗാരബും, ഹിത്യനായ ഊറിയ. ആകെ 37 പേർ. ദാവീദ് ജനസംഖ്യ എടുക്കുന്നു. 24-ാം അധ്യായം. കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു അവരെ കഷ്ടപ്പെടുത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. നീ ചെന്ന് ഇസ്രായേലിലെയും യൂദായിലെയും ആളുകളുടെ എണ്ണമെടുക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു. രാജാവ് യോവാബിനോടും സൈന്യത്തലവന്മാരോടും പറഞ്ഞു, ദാൻ മുതൽ ബർഷേബ വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനത്തെ എണ്ണുക, എനിക്ക് സംഖ്യ അറിയണം. എന്നാൽ യോവാബ് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇന്നുള്ളതിൻ്റെ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. അത് കാണാൻ അങ്ങയ്ക്ക് ഇടവരട്ടെ. പക്ഷേ അങ്ങയ്ക്ക് ഇതിൽ എത്ര താല്പര്യം എന്താണ്? യോവാബും പടനായകന്മാരും രാജകൽപ്പനയ്ക്ക് വഴങ്ങി. ഇസ്രായേൽ ജനത്തെ എണ്ണാൻ അവർ രാജസന്നിധിയിൽ നിന്നും പുറപ്പെട്ടു. അവർ ജോർദാൻ കടന്ന് താഴ്വരയുടെ മധ്യത്തിലുള്ള അരോവറിൽ നിന്ന് ആരംഭിച്ച് ഗാദിലേക്കും യാസീറിലേക്കും പോയി. അവർ ഗിലെയാദിലും ഹിത്യരുടെ ദേശമായ കാദേശിലും എത്തി. പിന്നെ ദാനിലേക്കും അവിടെ നിന്ന് സീദോനിലേക്കും പോയി. കോട്ട കെട്ടിയ ടീർ പട്ടണത്തിനും ഹിവ്യരുടെയും കനാന്യരുടെ എല്ലാ പട്ടണങ്ങളിലും അവസാനം യൂദായുടെ നഗബിലുള്ള ബർഷേബായിലും അവർ എത്തി. അവർ ദേശമെല്ലാം സഞ്ചരിച്ച് 9 മാസവും 20 ദിവസവും കഴിഞ്ഞ് ജെറുസലേമിലെത്തി. യോവാബ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു. സൈന്യസേവനത്തിന് പറ്റിയവർ ഇസ്രായേലിൽ 8 ലക്ഷവും യൂദയായിൽ 5 ലക്ഷവും ഉണ്ടായിരുന്നു. ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷിക്കുത്തുണ്ടായി. ദാവീദ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസൻ്റെ പാപം പൊറുക്കണമേ. ഞാൻ വലിയ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ദാവീദ് എഴുന്നേറ്റപ്പോൾ അവൻ്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകനോട് കർത്താവ് അരുളിച്ചെയ്ത്, നീ ചെന്ന് ദാവീദിനോട് പറയുക, കർത്താവ് അരുളിച്ചെയ്ത് ഇതാ 3 കാര്യങ്ങൾ, അതിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ രാജ്യത്ത് 3 വർഷം ക്ഷാമമുണ്ടാവുകയോ നീ ശത്രുക്കളിൽ നിന്നും 3 മാസം ഒളിവിൽ പാർക്കുകയോ നിന്റെ രാജ്യത്ത് 3 ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ ഏത് വേണം? എന്നെ അയച്ചവന് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. കർത്താവിൻ്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചുകൊള്ളട്ടെ. എന്തെന്നാൽ അവിടുന്ന് അതിദയാലുവാണല്ലോ. എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിലാകപ്പെടാതിരിക്കട്ടെ. അങ്ങനെ അന്ന് പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു. ദാൻ മുതൽ ബർഷേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചു. കർത്താവിൻ്റെ ദൂതൻ ജെറുസലേം നശിപ്പിക്കാൻ കൈ നീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി അനുതപിച്ചു. സംഹാരദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു, മതി, കൈ പിൻവലിക്കുക. കർത്താവിൻ്റെ ദൂതൻ ജബൂസ്യനായ അരവനായുടെ മെതിക്കളത്തിനടുത്തായിരുന്നു. സംഹാരദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു, ഞാനല്ലേ കുറ്റക്കാരൻ?
തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഈ പാവപ്പെട്ട ജനം എന്ത് ദോഷം ചെയ്തു? എന്നെയും എൻ്റെ പിതൃഭവനത്തെയും ശിക്ഷിച്ചാലും. അന്നു തന്നെ ഗാദ് ദാവീദിൻ്റെ അടുത്തക്കൽ ചെന്ന് പറഞ്ഞു, ജബൂസ്യനായ അരൗനായുടെ മെതിക്കളത്തിൽ ചെന്ന് കർത്താവിനൊരു ബലിപീഠം പണിയുക. ദാവീദ് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഗാദ് പറഞ്ഞത് പ്രകാരം ചെയ്തു. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഗാദ് പറഞ്ഞ പ്രകാരം ചെന്ന് അരൗന തല ഉയർത്തി നോക്കിയപ്പോൾ രാജാവും ഭൃത്യന്മാരും തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ചെന്ന് രാജാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവൻ ചോദിച്ചു, പ്രഭു, ഇങ്ങോട്ട് എഴുന്നള്ളിയതെന്തിനെ? ദാവീദ് പറഞ്ഞു, മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിനൊരു ബലിപീഠം പണിയാൻ നിൻ്റെ മെതിക്കളം വാങ്ങുവാൻ തന്നെ. അരൗന ദാവീദിനോട് പറഞ്ഞു, യജമാനനെ അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തും ബലിയർപ്പിച്ചാലും ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ, വിറകിന് അതാ മെതിവണ്ടികളും നുകങ്ങളും. രാജാവേ, അരൗന ഇതെല്ലാം രാജാവിന് തരുന്നു. രാജാവ് തുടർന്നു, നമ്മുടെ ദൈവമായ കർത്താവ് അങ്ങിൽ സംപ്രീതനാകട്ടെ. ദാവീദ് അരൗനയോട് പറഞ്ഞു, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങൂ. എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. അങ്ങനെ ദാവീദ് 50 ഷെക്കൽ വെള്ളി കൊടുത്ത് കളവും കാളകളും വാങ്ങി അവിടെ ബലിപീഠം പണിത് ദാവീദിന് കർത്താവിനും ദാവീദ് കർത്താവിന് ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു. കർത്താവ് ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടു. ഇസ്രായേലിൽ നിന്നും മഹാമാരി വിട്ടുപോയി. സാമുവേലിൻ്റെ പുസ്തകം ഇവിടെ അവസാനിച്ചു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് കേൾക്കുന്നവരെ അവിടുത്തെ വചനമനുസരിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ. സമാധാനത്തിൽ ജീവിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.